അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൈത്തൂൻ ബീവി, അതെ, കാരുണ്യത്തിൻ്റെ ഉറവിടം. തനിക്ക് മക്കളില്ല, തനിക്കൊരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മസ്രയിലേക്ക് വന്ന പെണ്ണിനെ രക്ഷിക്കാൻ പറഞ്ഞ് വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച പാവം പെണ്ണ് സൈത്തൂൻ ബീവി. അതെ, അത്രക്കും നിഷ്കളങ്കമായ സ്നേഹം സ്വന്തം അനിയത്തിയെപ്പോലെയാണ് ഫർസാനെ കരുതുന്നത്. എന്നാൽ ഫർസാന രണ്ടാമതും ഗർഭിണിയായി കഴിയുകയും ചെയ്തു. എന്നാൽ പാവം സൈത്തൂൻ ബേബി മാത്രം അതറിയുന്നില്ല. അതെ, ഫർസാന ആദ്യം പ്രസവിച്ച കുഞ്ഞ് അതൊരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം പാവം അറിയുന്നില്ല. എങ്കിലും നല്ല ദീനിയായ രീതിയിൽ തന്നെയാണ് ആ പൊന്നുമോനെ അവർ വളർത്തുന്നത്. എന്തെന്നറിയില്ല, പക്ഷേ അവിടെയുള്ള ഗദ്ദാമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. അതെ, പിന്നുണ്ടല്ലോ നിങ്ങളുടെ ഫർസാനയുണ്ടല്ലോ, ഫർസാനയും കുട്ടിയും സൈഫ റബിയൊക്കെ അവർ വേറെ വീട്ടിലേക്കും താമസം മാറ്റുന്നുണ്ട്. അവർ വേറെ പോവുകയും കൂടിയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ സൈത്തൂൻ ബേബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, ഇത്രക്കും നാളും നീ എനിക്ക് സന്തോഷം നൽകി. ആദ്യത്തെ 6 വർഷം മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കനിഞ്ഞരുളിയതാണ് എനിക്ക് ഫർസാനയെ അവിടെ പാതി വഴിയിൽ നിന്ന് അവളെ കിട്ടിയതും. അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നിർബന്ധിക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്കാവില്ല എന്ന് പറയുന്നതൊക്കെ ആയി. ഇപ്പം മക്കളൊക്കെ ആയപ്പോൾ അല്ലാ, എന്നെ ഉപേക്ഷിച്ചവർ പോവോ? ശരിക്കും സൈത്തൂൻ ബേബി കരഞ്ഞു പോയി. ആവുന്നില്ല അല്ലാ, ആവുന്നില്ല, എനിക്കെൻ്റെ മക്കളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഫർസാന മോളെ, നിന്നോട് എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല പൊന്നു മോളെ. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, എൻ്റെ സ്വന്തം മോളെ പോലെ, സ്വന്തം അനിയത്തിയെ പോലെ. അതെ, നമ്മുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ. അല്ലാതെ ഒരു വാക്ക് കൊണ്ട് പോലും നിന്നെ ഞാൻ നോവിച്ചിട്ടില്ലല്ലോ ഫർസാന. നീ എന്താ ഇങ്ങനെ? ആ വിതുമ്പി കരയുകയാണ് നമ്മുടെ സൈത്തൂൻ ബേബി. പാവം, ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വന്നപ്പോഴേക്കും മറ്റൊരു ദുഃഖഭാരമാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ അന്ന് സൈഫ റബി നേരെ ഫർസാനയുടെ അരികിലേക്ക് പോയതും സൈത്തൂൻ ബിയുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമുണ്ടാക്കി. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല, പോകണം, അവളുടെ അടുത്തേക്ക് തന്നെ പോകണം, അതൊന്നും റബ്ബെ എനിക്ക് കുഴപ്പമില്ല. കാരണം അവൾ പ്രസവിക്കുന്ന പെണ്ണാണ്. അതെ, അവളിലൂടെ കുറേ മക്കളെ എൻ്റെ ഭർത്താവിനുണ്ടാകണം, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്നും എൻ്റെ അടുത്തേക്ക് വരുന്ന ഭർത്താവ് അന്ന് മാത്രം അവളുടെ റൂമിലേക്ക് പോയപ്പോൾ ശരിക്കും അതെ, ഫിത്തിനക്കാരികൾ ചെറിയൊരു ഫിത്തിനയുടെ ക്രൂരമ്പുകൾ തറച്ചിട്ടത് കൊണ്ട് തന്നെ സൈത്തൂൻ ബിയുടെ മനസ്സിൽ അത് വല്ലാത്തൊരു വേദനയായി മാറി. അല്ലെങ്കിൽ ഞാൻ പറയും, എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളുള്ളവൾ അവളെയല്ലേ, അവളുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞാലും എൻ്റെ സൈത്തൂൻ, എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കയറി വന്നത് നീയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി എന്തും എന്ന് പറയുന്ന ഭർത്താവ് ഇന്ന് അവളുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ തന്നെ സൈത്തൂൻ ബീവിയുടെ മനം നൊന്തു. കാരണം മറ്റൊന്നുമല്ല, സൈത്തൂൻ ബീവി കരുതിയത് അവരെങ്ങാനും ഇവിടം വിട്ടു പോകുമോ എന്നതായിരുന്നു. പാവം സൈത്തൂൻ ബീവി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ സൈത്തൂൻ ബീവി ദിക്റുകളും ദുആകളും ചൊല്ലിക്കൊണ്ട് അതാ തൻ്റെ റൂമിലെ ബെഡിൽ അതാ കിടക്കുന്നു. പെട്ടെന്ന് സൈത്തൂൻ 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 അല്ലാ, എൻ്റെ സൈഫ് വന്നോ? സ്നേഹത്തോടെ അതാ അവർ വാതിൽ തുറക്കുന്നു. എന്നാൽ സൈഫ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്താ എന്താ സൈത്തൂൻ, മുഖത്തൊക്കെ വല്ലാതെ ഒരു ദുഃഖം? ഒന്നുമില്ല. എങ്ങനെയല്ലല്ലോ നീ എന്നെ വരവേൽക്കാറുള്ളത്, എന്തു പറ്റി? ഒന്നുമില്ല സൈഫ്, അങ്ങക്ക് എന്താ വേണ്ടത്? കുടിക്കാൻ? ഒന്നും വേണ്ട, ഭക്ഷണം കഴിച്ചാൽ വന്നതാണ്, ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഓ, എൻ്റെ സൈത്തൂൻ ബിയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. ഇങ്ങനെയല്ല, എന്നെ പുഞ്ചിരിയോടെ വരവേൽക്കുന്ന എൻ്റെ പെണ്ണ് ഇപ്പോൾ 1-2 വർഷമായിട്ട് ആ പുഞ്ചിരി മുഖത്ത് നിന്ന് മാഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ പഴയ രീതിയിലേക്ക് നിൻ്റെ മുഖം വല്ലാതെ അങ്ങ് മാറുന്ന പോലെ. അതെ, നമ്മൾക്ക് മക്കളുണ്ടാവില്ല എന്ന് പറയുമ്പോൾ, ഡോക്ടർ പറയുമ്പോൾ അതെല്ലാം
കേൾക്കുമ്പോൾ നിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോൾ നിൻ്റെ മുഖഭാവം ഇങ്ങനെയായിരുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവളെ, എന്തോ ഉണ്ട്. ഇല്ല, അങ്ങ് വരൂ. അങ്ങക്ക് എന്താ വേണ്ടത്? ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ശരിക്കും അവളുടെ ഉള്ളം വിതുമ്പുന്നുണ്ടായിരുന്നു. അതെ, വളരെയധികം മനസ്സിൻ്റെ ദുഃഖം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരിക്കൽ പോലും ഞാൻ വേദനിപ്പിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവളാണ് അവൾ. അതിൽ നിന്നൊരു മാറ്റം വരാൻ പാടില്ലല്ലോ. അവളുടെ ഹൃദയം കരയുകയാണെങ്കിലും മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടതെല്ലാം അവൾ ചെയ്തു കൊടുക്കുകയാണ്. സീത്തൂൻ, എൻ്റെ പെണ്ണെ, ഏതായാലും എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. നീ എൻ്റെ എല്ലാമാണടി. എന്നാൽ അവളുടെ മനസ്സിനുള്ളിലേക്ക് അത് കയറി വന്നു. അത് എല്ലാമായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു ഫർസാനയും കുഞ്ഞുങ്ങളും. അവരിവിടെ തന്നെ കഴിയണം. ഞാൻ മാറിപ്പോവുകയാണെങ്കിലും അവർ ഈ കൊട്ടാരത്തിൽ കഴിയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായിരുന്നു അവളുടെ മനസ്സിൽ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖത്തേക്ക് അവൾ ദയനീയമായി ഒന്ന് നോക്കി. സെയ്ത്തൂൻ, നിൻ്റെ നോട്ടത്തിൽ എന്തോ ഒന്നുണ്ട്. എന്തൊക്കെയോ എന്നോട് പറയാൻ ആ കണ്ണുകൾ കൊതിക്കുന്നുണ്ട്. എന്തുണ്ടെങ്കിലും പറയാം. നമുക്കൊന്ന് പുറത്തു പോയാലോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഫർസാന. വേണ്ട, ഫർസാന അവിടെ നിൽക്കട്ടെ. കാരണം അവളുടെ കൂടെ കുഞ്ഞുണ്ട്. പിന്നെ അവൾ ഗർഭിണിയുമാണ്. അവൾക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കും നിനക്കും ഒന്ന് പുറത്തു പോകാം. സത്യം പറഞ്ഞാൽ സെയ്ത്തൂൻ ബീവിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എവിടെ പോകുമ്പോഴും ഫർസാനയെ കൊണ്ടുപോകണം എന്നതായിരുന്നു അവളുടെ നിർബന്ധം. അതിനനുസരിച്ച് തന്നെയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അവൾ പറയാറുള്ളതും. സെയ്ത്തൂൻ, മാറ്റി. എൻ്റെ സെയ്ഫ്, ഫർസാനയും കുഞ്ഞും ഇവിടെ നിൽക്കട്ടെ. നമുക്ക് വാവയെ കൊണ്ടുപോകാം. വാവയില്ലാതെ എങ്ങനെ? എൻ്റെ സെയ്ത്തൂൻ, ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ പോലും ഫർസാനയും വാവയും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നീ മാറ്റ്. അപ്പോൾ തന്നെ അവൾ പർദ്ദയണിഞ്ഞു. നിക്കാഹ് പണിയുമ്പോൾ അതാ നമ്മുടെ സെയ്ഫ് അറബി അതവൾക്ക് കറക്റ്റാക്കി കെട്ടിക്കൊടുത്തു. എൻ്റെ പെണ്ണ് എന്നും മൊഞ്ചത്തിയാണ് കേട്ടോ. ആരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നിന്നോണം വരില്ല. വാ, നമുക്ക് പോകാം. ഫർസാനയോട് പറയണ്ടേ? തൽക്കാലം വേണ്ട, നീ വന്നേ. അങ്ങനെ അതാ സെയ്ഫ് അറബിയും സെയ്ത്തൂൻ ബീവിയും കൂടെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് കഴിയുന്നില്ല കേട്ടോ. എനിക്ക് കഴിയുന്നില്ല ഫർസാനെ ഇട്ടിട്ട് പോകാൻ. എനിക്ക് പൊന്നു മോനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. അത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സിൽ അവർ അങ്ങേയറ്റം അത് മനസ്സിലങ്ങ് കയറിയവരാണ്. അതുകൊണ്ട് തന്നെ അവരെ പിരിഞ്ഞിരിക്കാൻ തൻ്റെ ഭാര്യയ്ക്കാവുന്നില്ല എന്നുള്ള കാര്യം അതാ സെയ്ഫ് അറബിക്ക് മനസ്സിലാവുകയാണ്. എൻ്റെ സെയ്ത്തൂൻ, നിനക്ക് ഞാനില്ലേ? നമുക്കിന്നൊരിടം വരെ പോകാനുണ്ട്. എങ്ങോട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക് പോയില്ലേ? അവിടെ ഷെഫി ഉസ്താദി എന്നൊരു മരുമകനില്ലേ? അതെ, നമ്മുടെ കുഞ്ഞിന് പേരിട്ട് സെയ്ത്തൂൻ. അറിയില്ലേ? സഹറ ബത്തൂൽ. ഓ, മാഷാ അല്ലാ. അങ്ങോട്ടാണോ? എന്ത് പ്രത്യേകിച്ച്? അവിടെ ഒരു സന്തോഷമുണ്ടായിട്ടുണ്ട്. അവിടെയുള്ള ഷെഫി ഉസ്താദിന് ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട്. കുഞ്ഞ് പിറക്കാനോ? അതായിട്ടില്ലല്ലോ. അതല്ല, അവരുടെ നാട്ടിൽ. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാൻ വേണ്ടി പോകണം ഇൻഷാ അല്ലാ. അതിനവർ നാട്ടിലല്ലേ? അതിനെന്താ, നമുക്കൊന്ന് പോയിക്കൂടെ? നമുക്ക് പോകുന്നതിനെന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വണ്ടി തിരിക്കോ? എനിക്ക് ഫർസാനെ കൂട്ടി നമുക്ക് പോകാം. അവൾക്കും അതിലൊക്കെ പങ്കെടുക്കുന്നതും കാണുന്നതും സന്തോഷമല്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. എന്നാൽ അപ്പോൾ തന്നെ അത് പ്രിയപ്പെട്ട അറബി പറയുന്നതനുസരിച്ച് തന്നെ ചെയ്തു. അതെ, ഒരിക്കൽ പോലും സെയ്ഫ് അറബി മറ്റൊരാളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. നേരെ വാഹനം അതാ തിരിച്ച് കൊട്ടാരത്തിലേക്ക്. എന്നാൽ അപ്പോഴേക്കും അതാ ഗദ്ദാമ അങ്ങോട്ടെത്തിയിരുന്നു. അതേ, പിന്നെ അറിഞ്ഞോ? എന്താ?
അത് നിങ്ങളുടെ ഭർത്താവില്ലേ? ഉം. നിങ്ങളുടെ ഭർത്താവ് ഇപ്പം നിങ്ങളോട് കുറച്ച് സ്നേഹം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ആദ്യ ഭാര്യയായിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ്. എന്താന്നില്ലേ, എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമതൊരു വിവാഹം കഴിക്കുവാൻ വേണ്ടി. ആദ്യ ഭാര്യയൊക്കെ പലതും പറയും, മക്കളൊക്കെ ആയിക്കഴിഞ്ഞാലേ പിന്നെ തുടങ്ങും കുശുമ്പ്. ആ, അല്ലെങ്കിലും ഹാജറ ബീവിൻ്റെ ചരിത്രത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ആദ്യ ഭാര്യ മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വിവാഹം കഴിച്ചപ്പോൾ പിന്നെ അവളെ വേണ്ടാതായി. അവളെ പറഞ്ഞേക്കണം, കൊണ്ടാക്കണം, അങ്ങനെയൊക്കെ തന്നെ ആയി. ആ, അത് തന്നെയാവും ഇപ്പം ഈ ഒരു സ്ഥിതിയും, ആർക്കറിയാം. എന്നാലും നല്ല പരിപാടി തന്നെ അവർ കാണിച്ചത്. ഭർത്താവും ആദ്യ ഭാര്യയും കൂടി എങ്ങോട്ടോ പോയി. ഒരൊറ്റ ദിവസം നിങ്ങളില്ലാത്ത യാത്ര ഉണ്ടാവാറില്ലല്ലോ, പറ്റില്ലല്ലോ. ആ, ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട്. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, നിങ്ങൾ ഇതിന് നിങ്ങളുടെ ഭർത്താവിനോട് നല്ല രീതിയിൽ സംസാരിക്കുക തന്നെ വേണം. ഒരിക്കൽ പോലും നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയല്ല വേണ്ടത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ രണ്ട് ഭാര്യമാർക്ക് തുല്യ സ്ഥാനം കൊടുക്കണം എന്നാണ് ഇവിടെ നിയമം, കാര്യങ്ങളൊക്കെ. പക്ഷേ എന്താ ഇത്, തുല്യ സ്ഥാനമല്ലല്ലോ. കൂടുതലായിട്ട് ജെയ്ത്തൂൻ ബീവിയോടൊപ്പം ഇങ്ങനെ കറങ്ങുക, ചുറ്റി കറങ്ങുക, അവരൊരുമിച്ച് ജീവിക്കുക. നീ എന്താ പ്രസവിക്കാൻ മാത്രമുള്ള ഇവിടുത്തെ ഒരു വേലക്കാരിയോ? നിനക്കിവിടെ വേലക്കാരുടെ റോളേ ഉള്ളു തോണ്ട്. കാരണം വേദന സൈക്കിളും പ്രസവവും കാര്യങ്ങളൊക്കെ നീയേ. മക്കളുണ്ടാക്കി കൊടുക്കാൻ അവർക്ക് അല്ലേ. ഇപ്പോൾ ഇന്നെന്താ മോനെയും കൊണ്ടുപോയില്ലേ? ബെസ്റ്റ്. മോനെ പോലും കൊണ്ടുപോയില്ല. നിങ്ങൾ വല്ലാത്തൊരു എന്ത് പ്രതികരിക്കുന്നില്ലേ? ഫർസാന അവളൊന്നും മിണ്ടാതെ നിന്നു. അവളുടെ മനസ്സിൻ്റെ ഉള്ളിലും ചെറിയൊരു വേദന പടർന്നു കയറി. കാരണം ശരിയാണ്, ജെയ്ത്തൂൻ ബീവി ഒരിക്കലും എന്നെ വിളിക്കാതെ പോവാറില്ല. എന്നെ അനിയത്തിയുടെ സ്ഥാനത്താണ്, മോളുടെ സ്ഥാനത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിളിക്കാതെ അവർ പോയതിൽ. അല്ല, അവർ പോയത് ഞാൻ കണ്ടില്ല. നീ ചെന്ന് നോക്ക് പെണ്ണേ, ചെന്ന് നോക്ക് അവരുടെ റൂമിലേക്ക്. അവരുടെ ബെഡ്റൂം നോക്ക്, പൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും. അവൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗദ്ദാമ തന്നെ അതാ നേരെ അവരുടെ റൂമിനടുത്തേക്ക് പോകുന്നു. കണ്ടില്ലേ, ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്. എന്താ ഇത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അത് ഫർസാനയുടെ മനസ്സിൽ പല ചിന്തകൾ വന്നു. റബ്ബേ, ഞാൻ ഇവിടെ പ്രസവിക്കാൻ മാത്രമുള്ള പെണ്ണാണോ? അത് എനിക്ക് ആ റോള് മാത്രമാണോ? എൻജോയ്മെൻറ്റും യാത്രയും അതെല്ലാം അവർ ഒരുമിച്ചുമാണോ? അറിയുന്നില്ല. അവൾ കണ്ണുനീർ തുടച്ചു. ഗർഭിണിയാണ്. പക്ഷേ റബ്ബേ, ചില രഹസ്യങ്ങൾ അറിയാത്തതായിട്ട് ഇവിടെയുണ്ട്. ജെയ്ത്തൂൻ ബീവി എന്ന് ഒരിക്കലും അറിയില്ല ഇത് സെയ്ഫിൻ്റെ കുഞ്ഞാണെന്ന്. ഇതൊരിക്കലും അവൻ്റെ കുഞ്ഞല്ലല്ലോ. പക്ഷേ എൻ്റെ കുഞ്ഞ് ദീനിൻ്റെ വഴിയിലാണ് വളരുന്നത് എന്നൊരു ആശ്വാസമുണ്ട്. അവൾ സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ ഗദ്ദാമ ഓരോന്ന് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. നല്ലോണം ശ്രദ്ധിച്ചോ, ഭർത്താവിനോട് പറയണം ഒരു ലിമിറ്റ് പാലിക്കാൻ. എപ്പോഴും ജെയ്ത്തൂൻ ബീവി ഇവിടെ അടുത്ത് പോയിരുന്നിട്ട് എന്ത് കിട്ടാനാണ്, മക്കൾ പോലും ഉണ്ടാകാത്ത. നീ അവളുടെ പ്രസവിക്കാനുള്ള ഒരു വേലക്കാരി മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേദന സഹിക്കലും പ്രസവിക്കലും കുഞ്ഞുങ്ങളെ കൊടുക്കലും മാത്രം. അവർക്ക് നല്ല സുഖം, പ്രസവിക്കും വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് കുഞ്ഞുങ്ങളങ്ങനെ ഫ്രീ ആയി കിട്ടുമല്ലോ. അത് തന്നെ വലിയ കാര്യം. അത് ഗദ്ദാമ നല്ല രീതിയിൽ ഡോസേജ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഫർസാന സങ്കടത്തോടു കൂടി കുഞ്ഞിനെയും കൊണ്ട് അത് റൂമിലേക്ക് പോയിട്ട് പറഞ്ഞു, പൊന്നു മോനെ, കുഞ്ഞിൻ്റെ ഉമ്മയും ഉപ്പച്ചിയൊക്കെ പോയി നമ്മളൊക്കെ വിട്ടിട്ട്. അത് അല്ലെങ്കിലും നമ്മൾ ഇഷ്ടമില്ലാതായോ അവർക്ക്? എൻ്റെ പൊന്നുമോൻ്റെ ജീവനായിരുന്നല്ലോ കുഞ്ഞിൻ്റെ വല്യുമ്മച്ചി. എന്നിട്ടിപ്പോൾ എന്താ കുഞ്ഞിനൊന്നും കൊണ്ടാകാതെ പോയത്? ശരിക്കും അത് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു ഫർസാനയിലും. പെട്ടെന്നാണ് വാഹനത്തിൻ്റെ ശബ്ദം കേട്ടത്. എന്നാൽ ജെയ്ത്തൂൻ ബീവി ഓടിക്കിതച്ചുകൊണ്ട് ഫർസാനയുടെ റൂമിലേക്ക് വരുന്ന രംഗമാണ് കണ്ടത്. എന്നാൽ അത് കണ്ട് ശരിക്കും ഗദ്ദാമ ഞെട്ടി. ഇവരല്ലേ പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞിരുന്നത്, ഇപ്പം എന്തായി? ശരിക്കും ഗദ്ദാമയെ ഞെട്ടിച്ചിരുന്നു. അതെ, ശരിക്കും അതാ ഫർസാനയുടെ റൂം തട്ടിക്കൊണ്ട്. മോളെ ഫർസാന. ജെയ്ത്തൂൻ ബീവിയുടെ ആ ഒരു വിളി കേട്ട് ഫർസാന ഓടിയെത്തി കുഞ്ഞിനെയും കൊണ്ട്. അല്ലാ, ജെയ്ത്തൂൻ ബീവിയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അതും എനിക്ക് തോന്നുന്നതോ. ഒരു നിമിഷം അവൾ വാതിലിൻ്റെ അരികിൽ നിന്നു. വീണ്ടും മുട്ടി വിളിക്കുന്നു, മോളെ ഫർസാന, വാതിൽ തുറക്ക്. അതെ, അവൾ വാതിൽ തുറന്നപ്പോൾ ആ ഒരു കാഴ്ച, അത് കരഞ്ഞുകൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജെയ്ത്തൂൻ ബീവി നേരെ അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോളെ
എനിക്കാവില്ല കേട്ടോ, എനിക്കാവില്ല. മോളില്ലാതെ എങ്ങോട്ട് പോവാനോ? വേഗം മാറ്റ്, കുഞ്ഞിനെ ഞാൻ പിടിക്കാം. അപ്പോഴേക്കും അവൾ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. ഫർസാനക്കും അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി. ബീവി, മോളെ എൻ്റെ കൂടെ വേണം കേട്ടോ എപ്പോഴും, എനിക്കതാണ് ഇഷ്ടം, ജെയ്ത്തുൻ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് സെയ്ഫ് അറബി വേഗം ഒരുങ്ങാൻ നോക്ക്, പോകാൻ നോക്കാം. സെയ്ഫ് അറബി അല്പം സ്ട്രോങ്ങിൽ തന്നെയായിരുന്നു, രണ്ടാളോടും അല്പം അങ്ങനെയാണ് പെരുമാറിയിരുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഗദ്ദാമ ശരിക്കും ഞെട്ടുന്നു. ചേ, ഞാൻ ഇവരെ തെറ്റിക്കാൻ ശ്രമിച്ചിട്ടും ഇവർ തെറ്റുന്നില്ലല്ലോ, സ്നേഹം കൂടിക്കൂടി വരികയാണല്ലോ. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ അവൾ ഫർസാനെയും മാറ്റിയൊരുങ്ങി. കുഞ്ഞിനെ അതാ ജെയ്ത്തുൻ ബേബി മാറ്റി ഒരുക്കി കൊടുത്തു. അങ്ങനെ അതാ അവർ വീണ്ടും പോവുകയാണ്. ഗദ്ദാമ അത് നോക്കി നിന്നു, എങ്ങോട്ടായിരിക്കും? ഉമ്മയോട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ, ഞങ്ങൾ എളാപ്പയുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാട്ടോ. ആ മക്കളെ, പോയിട്ട് വരി, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, പതുക്കെ പോകണേ, പിന്നെ അവൾ ഗർഭിണിയാണ്. ആ ഉമ്മ, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഉമ്മയോട് സലാം പറഞ്ഞ് അവർ പോകുമ്പോൾ ശരിക്കും ഗദ്ദാമ്മ ഞെട്ടിപ്പോയി. ഇവരുടെ ഇടയിൽ വീണ്ടും വീണ്ടും സ്നേഹം വർദ്ധിക്കാണ്. എന്താന്നില്ലേ. അങ്ങനെ അതാ അവർ രണ്ടുപേരും കൂടെ നേരെ ഷെഫി ഉസ്താദിൻ്റെയും സഹറ ബത്തൂരിൻ്റെയും വീട്ടിലേക്ക് പോവുകയാണ്. അതെ, അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയുവാനും കേരളത്തിലേക്ക് ഒന്ന് പോകുവാനും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.